നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എഡ്യൂടെക്. 10th പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളുടെ അനുബന്ധ വിവരങ്ങളുടെ ഡിസ്കഷൻ ആണ്. അപ്പൊ ഇതുവരെ അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടു കാണും, പഠിച്ചു കാണും എന്ന് കരുതുന്നു. ഒരു ക്ലാസ് പോലും മിസ്സാക്കരുത്. കാരണം ഒരു ക്ലാസ്സിൽ തന്നെ മാക്സിമം ഫാക്ട്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ? വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യാനും കൂടെ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ആയിട്ടും കൂടി രേഖപ്പെടുത്തുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം ഏതാണ്? തെന്മല. തെന്മലയാണ് കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം. അപ്പൊ തെന്മലയുടെ പ്രത്യേകത എന്താ? കേരളത്തിലെ തന്നെയല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം പ്രോജക്റ്റ്, ദാറ്റ് ഈസ് പ്ലാൻഡ് ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ആണ് തെന്മല. തെന്മല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയിലാണ് തെന്മല ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ശെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ പരിധിയിലാണെന്ന് കൂടി ഓർക്കുക. ഇനി ഓപ്ഷൻ എ, പൊന്മുടി. തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തമായ ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി. ആനമുടിയോ? പശ്ചിമഘട്ടത്തിലെയും തെക്കേ ഇന്ത്യയിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. അപ്പൊ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ആനമുടിയുടെ ഹൈറ്റ് എത്രയാണ് മീറ്ററിൽ? താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? അടുത്തത് അടവി. ഓപ്ഷൻ ഡി, അടവിയല്ലേ? പത്തനംതിട്ട ജില്ലയിലെ കുട്ടവഞ്ചി സവാരിക്ക് പ്രശസ്തമായ ഇക്കോ ടൂറിസം കേന്ദ്രമാണ് അടവി. കല്ലടയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സെറ്റല്ലേ? കൊല്ലം ജില്ലയിലെ ഒരു കേന്ദ്രത്തെ പറ്റിയല്ലേ ചോദിച്ചത്. അപ്പൊ നമുക്ക് കൊല്ലം ജില്ലയെ പറ്റി കുറച്ച് ഫാക്ട്സ് അങ്ങ് നോക്കിയാലോ? കൊല്ലം ജില്ല സ്ഥാപിതമായ വർഷം 1949 ജൂലൈ മാസം 1. 1949 ജൂലൈ മാസം 1 കൊല്ലം ജില്ല സ്ഥാപിതമായത്. കേരള ചരിത്രത്തിൽ തെൻവഞ്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കൂടാതെ ദേശിംഗനാട്, ജയസിംഹനാട് എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നത് കൊല്ലം ജില്ലയാണെന്ന് ഓർക്കുക. മലബാറിൽ കൊല്ലം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? പന്തലായനി എന്ന പേരിലാണ് മലബാറിൽ കൊല്ലം അറിയപ്പെട്ടിരുന്നത്. ഇനി കൊല്ലം പട്ടണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രാചീന കൃതികൾ ഏതൊക്കെയാ? ശുഗ സന്ദേശം, ഓർത്തിരിക്കുക. ശുഗ സന്ദേശം, ഉണ്ണുനീലി സന്ദേശം എന്നീ പ്രാചീന കൃതികളിൽ കൊല്ലം പട്ടണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കൊല്ലം നഗരം പണി കഴിപ്പിച്ചതാരാണ്? സിറിയൻ സഞ്ചാരിയായ മാർ സാപ്പിർ ഈശോ ആണ് കൊല്ലം നഗരം പണി കഴിപ്പിച്ച സിറിയൻ സഞ്ചാരി. മാർത്ത എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ്? പ്രാചീന കാലത്ത് മാർത്ത എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. പിന്നെ കരുനാഗപ്പള്ളിയുടെ വേറൊരു ചോദ്യം ചോദിക്കാറുണ്ടല്ലോ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആണവ പ്രസരണം അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ്? കരുനാഗപ്പള്ളിയാണ്. കേരളത്തിലെ ഏറ്റവും പഴയ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന സ്ഥലത്താണ് തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും പഴയ തൂക്കുപാലം 1877 ഈ ഒരു തൂക്കുപാലം പണി കഴിപ്പിച്ചത്. ഈ തൂക്കുപാലത്തിന്റെ ശില്പി ആരാണ്? ആൽബർട്ട് ഹെൻറിയാണ് പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പി എന്നോർക്കുക. പുറ്റിങ്ങൽ ദുരന്തം 2016 ഏപ്രിൽ മാസം 10 നടന്ന പുറ്റിങ്ങൽ ദുരന്തം കൊല്ലം ജില്ലയിലെ പരവൂർ ക്ഷേത്രത്തിലാണ്. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് കൊല്ലം ജില്ല അഷ്ടമുടി കായൽ. ഏത് കായൽ? അഷ്ടമുടി കായൽ. ഇനി കൊല്ലം പട്ടണം പണി കഴിപ്പിച്ചത് മാർ സാപ്പിർ ഈശോ ആണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയെങ്കിൽ ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി ആരാണ്? രാജാ കേശവദാസ്. ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചതോ? ബാലരാമപുരം പട്ടണത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉമ്മിണി തമ്പി. വർക്കല പട്ടണം അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള. തൃശൂർ പട്ടണമാണെങ്കിൽ ശക്തൻ തമ്പുരാൻ. ഇനി ശെന്തുരുണി വന്യജീവി സങ്കേതത്തെ കുറിച്ച് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം. നിലവിൽ വന്ന വർഷം 1984. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ശെന്തുരുണി വന്യജീവി സങ്കേതം. ശെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ
നാമം എന്താണ്? ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ്? കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഫോം ചെയ്ത വർഷം ഓർക്കുക, 1984. ഇനി നെയ്യാർ സഫാരി പാർക്ക് ആരംഭിച്ച വർഷവും ഇതേ വർഷം തന്നെയാണ്, 1984. നെയ്യാർ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മരക്കുന്നം ദ്വീപിലാണ്. മരക്കുന്നം ദ്വീപ്. അടുത്ത ചോദ്യം, തട്ടേക്കാട് പക്ഷി സങ്കേതം ഇതിൽ എവിടെയാണ്? ഏത് ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം ഫോം ചെയ്ത വർഷം 1983. ഏത് ജില്ല? എറണാകുളം ജില്ല. ഈ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ മറ്റൊരു പേരെന്താണ്? ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് ഏത് പക്ഷി സങ്കേതമാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം. പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലിയുടെ ഓർമ്മയ്ക്കായിട്ട് ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നു. പെരിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നോർക്കുക. ഡോക്ടർ സലീം അലി തട്ടേക്കാടിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പക്ഷി സങ്കേതം, ദാറ്റ് ഈസ് റിച്ചസ്റ്റ് ബേർഡ് ഹാബിറ്റാറ്റ് ഇൻ പെനിൻസുലാർ ഇന്ത്യ എന്ന് ഡോക്ടർ സലീം അലി ഏത് പക്ഷി സങ്കേതത്തെ വിശേഷിപ്പിച്ചത്? തട്ടേക്കാട് പക്ഷി സങ്കേതത്തെയാണ് വിശേഷിപ്പിച്ചത്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതം. മംഗളവനം പക്ഷി സങ്കേതവും ഏത് ജില്ലയിൽ തന്നെയാണ്? എറണാകുളം ജില്ലയിൽ തന്നെയാണ്. കൊച്ചിയുടെ പച്ചപ്പുര എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. കടലുണ്ടി പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് മലപ്പുറം ജില്ലയുടെ അതിർത്തിയിലാണ് ഏത് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? കടലുണ്ടി. പാതിരാമണലോ ആലപ്പുഴ ജില്ലയിലാണ്. കുമരകം പക്ഷി സങ്കേതം ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതമാണ്. കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്ക് തിരിച്ചു വന്നാൽ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ്. സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം സലീം അലി പക്ഷി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു. മംഗളവനം പക്ഷി സങ്കേതത്തിന്റെ ഫാക്ട്സ് എന്തൊക്കെയാ? കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ്. എറണാകുളം ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയുടെ പച്ചപ്പുര, കൊച്ചിയുടെ ശ്വാസകോശം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കാണപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതമാണ്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം മംഗളവനം പക്ഷി സങ്കേതം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കടലുണ്ടി പക്ഷി സങ്കേതമാണ്. ഇനി ചൂലന്നൂർ പക്ഷി സങ്കേതത്തെ കുറിച്ച് കൂടി കുറച്ച് പോയിന്റ്സ് പറയാം. പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. KK നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്നറിയപ്പെടുന്നത് ചൂലന്നൂർ പക്ഷി സങ്കേതമാണ്. ആരാണ് KK നീലകണ്ഠൻ? ഇന്ദുചൂടൻ. കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ് ഇന്ദുചൂടൻ. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം ഇദ്ദേഹത്തിന്റേതാണ്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? നവംബർ മാസം 12. സലീം അലിയുടെ ബർത്ത്ഡേ ആണ് നവംബർ മാസം 12. സലീം അലിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് നവംബർ 12 ദേശീയ പക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സലീം അലിയാണ്. ഓക്കെ അല്ലേ? അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ മെയിൻസ് ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ക്ലാസ് ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. അപ്പൊ പ്രിലിംസ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ, അതുപോലെ പ്രിലിംസ് പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർ എല്ലാവരും ഈ ബാച്ച് എടുത്തോണം. ഫീസ് 1299 മാത്രമേ വരുന്നുള്ളൂ. ഈ വർഷം അവസാനം വരെ, അതായത് 2026 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. ഫുൾ സിലബസ് കവറേജ് ആണ്. നിങ്ങൾ പുറത്തുനിന്ന് ഒന്നും പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. GK, കറണ്ട് അഫയേഴ്സ്, സയൻസ്, മാത്സ്, മെന്റൽ എബിലിറ്റി, അതുപോലെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പഴയ CRT, പുതിയ CRT, NCERT ക്ലാസ്സസ് എല്ലാം ഉൾപ്പെടുന്ന പാക്കേജ് ആണ്. ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ. അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ് ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ ആപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ LDCയുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചിട്ടുണ്ട്. ഈ ബാച്ചിൽ നോട്ട് എല്ലാം നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും കേട്ടോ. അടുത്ത വർഷം ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. 2027 ഡിസംബർ 31. LDC ഒരു സുവർണ അവസരമാണ്. വൺസ് ഇൻ 3 ഇയേഴ്സ്, അതായത് 3 വർഷത്തിൽ ഒരിക്കൽ നിങ്ങളെ കാത്തിരിക്കുന്ന LDC പരീക്ഷ. ഞാൻ സർക്കാർ ജോലി നേടി എന്നെ LDC ആക്കി അതേ വഴിയിലൂടെ തന്നെ നിങ്ങളെയും നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ്. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളാം. എല്ലാത്തിലും ലിമിറ്റഡ് സീറ്റേ ഉള്ളേ. നിങ്ങൾ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സ്ആപ്പ് നമ്പർ കൂടെ ഞാൻ ഫസ്റ്റ് കമന്റ്
കമന്റ് കൊടുത്തേക്കാം. കോഴ്സിനെ പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. പെരിയാറിന്റെ നീളം എത്രയാ? 244 കിലോമീറ്റർ. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ നദി അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാ? മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? 16 കിലോമീറ്ററേ ഉള്ളേ. ഇനി കിഴക്കോട്ട് ഒഴുകുന്ന ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് 3 ഈ തിരിച്ചിട്ടാ 3 കിട്ടുമല്ലോ. അപ്പൊ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് 3 ഈ കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? കബനിയാണ്. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് പാമ്പാറാണ്. പാമ്പാർ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാ? രാമപുരം നദിയാണ്. രാമപുരം നദിയാണ് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ അയിരൂർ പുഴയാണ്. അയിരൂർ പുഴയാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഏതാണ്? ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരമാണെന്ന് പറഞ്ഞു. ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി അയിരൂർ പുഴ തന്നെയാണ്. 17 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. അപ്പൊ പെരിയാറിലേക്ക് തിരിച്ചു വന്നാൽ പെരിയാർ നദിയുടെ ഉത്ഭവം ശിവഗിരി മലയിൽ നിന്നാണ്. ശിവഗിരി സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ നദി ഉത്ഭവിക്കുന്നത്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ചൂർണി എന്ന അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്നു. ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ച നദിയാണ്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയുടെ തീരത്താണ്. കൂടാതെ ആദിശങ്കര കീർത്തിസ്തംഭ മണ്ഡപം, ആലുവ അദ്വൈതാശ്രമം, മലയാറ്റൂർ പള്ളി ഇവയൊക്കെ പെരിയാർ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ നദി പതിക്കുന്നത് വേമ്പനാട് കായലിലാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. പെരിയാർ നദിയിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാ? പള്ളിവാസൽ, ഇടുക്കി, ചെങ്കുളം, നേര്യമംഗലം, പന്നിയാർ മുതലായവയൊക്കെയാണ്. പിന്നെ പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ അഥവാ ഡാംസ് സ്ഥാപിച്ചിരിക്കുന്നത്. പെരിയാർ നദിയിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഡാമുകൾ, അണക്കെട്ടുകൾ ഏതൊക്കെയാ? മുല്ലപ്പെരിയാർ, ഭൂതത്താൻകെട്ട്, ഇടുക്കി, ആനയിറങ്കൽ, ഇടമലയാർ, ചെങ്കുളം, പൊന്മുടി ഡാം ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൊന്മുടി ഹിൽ സ്റ്റേഷനാണ് തിരുവനന്തപുരത്ത്. അപ്പൊ ഈ പൊന്മുടി ഡാം നിർമ്മിച്ചിരിക്കുന്നതും പെരിയാറിലാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഇനി ബാക്കി ഓപ്ഷൻ നോക്കിക്കേ. ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ്. 209 കിലോമീറ്റർ ആണ് നീളം. പമ്പ നദി കേരളത്തിലെ മൂന്നാമത്തെ വലിയ നദി. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നു. 176 കിലോമീറ്റർ നീളം. ചാലിയാർ കേരളത്തിലെ 4ാമത്തെ വലിയ നദി. 169 കിലോമീറ്റർ ആണ് നീളം. കേരളത്തിലെ ആകെ നദികൾ 44, 41 പടിഞ്ഞാറോട്ട്, 3 കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ. അടുത്ത ചോദ്യം. അഞ്ചുവണ്ണം എന്നാൽ എന്താണ്? വാണിജ്യ സംഘമാണ് അഞ്ചുവണ്ണം. അതുപോലെ മണിഗ്രാമം ഇവയൊക്കെ വാണിജ്യ സംഘങ്ങളാണ്. മധ്യകാല കേരളത്തില് പ്രവർത്തിച്ചിരുന്ന പ്രമുഖ വിദേശ സ്വദേശ കച്ചവടക്കാരുടെ അതായത് മെർച്ചന്റ് ഗിൽഡ് സംഘങ്ങളാണ് അഞ്ചുവണ്ണവും മണിഗ്രാമവും. ഈ അഞ്ചുവണ്ണത്തെ കുറിച്ച് പറഞ്ഞാൽ പ്രധാനമായിട്ടും വിദേശ കച്ചവടക്കാർ അതായത് ജൂതന്മാർ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ ഇവരുടെ സംഘടനയായിരുന്നു ഏത്? അഞ്ചുവണ്ണം. മണിഗ്രാമം എന്ന് പറയുമ്പോഴത്തേക്കും ആഭ്യന്തര കച്ചവടക്കാരുണ്ടല്ലോ, ലോക്കൽ ട്രേഡ്, അവരുടെ സംഘടനയായിരുന്നു മണിഗ്രാമം. ഇനി മറ്റ് മധ്യകാല വാണിജ്യ സംഘങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വളഞ്ചിയർ വാണിജ്യ സംഘമാണ്. നന്നദേശികൾ മധ്യകാല വാണിജ്യ സംഘമാണ്. ഇനി ഇവിടെ തരിസാപ്പള്ളി ശാസനത്തെ കുറിച്ച് ഇവിടുന്ന് ഓർത്തിരിക്കുക. തരിസാപ്പള്ളി ശാസനം വേണാട് ഭരണാധികാരിയായ അയ്യനടികൾ തിരുവടികൾ അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നീ കച്ചവട സംഘങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകിയതായി രേഖപ്പെടുത്തിയിട്ടുള്ള ശാസനം ഏതാണ്? തരിസാപ്പള്ളി ശാസനമാണ്. അടുത്ത ചോദ്യം. മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? JC ഡാനിയലിനെയാണ്. ആദ്യ മലയാള നിശബ്ദ ചിത്രമായ വിഗതകുമാരൻ നിർമ്മിച്ച് സംവിധാനം ചെയ്തത് ഇദ്ദേഹമാണ്. 1928 നിർമ്മിച്ചു. 1930 തിയേറ്റർ റിലീസ് ചെയ്തു. ആദ്യത്തെ സ്റ്റുഡിയോ ദി ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്.
JC ഡാനിയൽ അവാർഡ് മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. 1992 മുതലാണ് നൽകി തുടങ്ങിയത്. അപ്പൊ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രം ഏതാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ചലച്ചിത്രം ചോദിച്ചാൽ വിഗതകുമാരനാണ്. ആദ്യത്തെ മലയാള ശബ്ദ ചലച്ചിത്രം ചോദിച്ചാൽ ബാലൻ എന്ന ചലച്ചിത്രമാണ്. ബാലൻ 1938 ഇതിന്റെ സംവിധായകന്റെ പേരെന്താ? നോട്ടി നാരായണൻ ധനപാൽ അഥവാ നൊട്ടാണി എന്നറിയപ്പെടുന്ന നോട്ടി നാരായണൻ ധനപാൽ. ദേശീയ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാള ചിത്രം ഏതാണ്? ചെമ്മീനാണ്. 1965 ചെമ്മീന് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. സ്വർണ്ണ കമലവും ലഭിച്ചു. രാമു കാര്യാട്ടാണ് സംവിധായകൻ. ഇനി ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ സി കുഞ്ചാക്കോ. കുഞ്ചാക്കോയാണ് ഉദയ സ്റ്റുഡിയോ എവിടെ സ്ഥാപിച്ചത്? ആലപ്പുഴയിൽ സ്ഥാപിച്ചത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാ? കണിക്കൊന്ന. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കാസിയ ഫിസ്റ്റുല. കാസിയ ഫിസ്റ്റുല എന്നതാണ് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. കോക്കസ് ന്യൂസിഫെറ. കോക്കസ് ന്യൂസിഫെറ എന്നതാണ് ശാസ്ത്രീയ നാമം. ഔദ്യോഗിക മൃഗം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. ആന. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ബ്യൂസറസ് ബൈക്കോർണിസ്. ബ്യൂസറസ് ബൈക്കോർണിസ് എന്നതാണ് ശാസ്ത്രീയ നാമം. ഔദ്യോഗിക ഫലം ഏതാണ്? ചക്ക. ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ് എന്നതാണ് ചക്കയുടെ ശാസ്ത്രീയ നാമം. ഔദ്യോഗിക മത്സ്യം കരിമീൻ. എട്രോപ്ലസ് സുരാൻഡൻസിസ്. എട്രോപ്ലസ് സുരാൻഡൻസിസ് എന്നതാണ് ശാസ്ത്രീയ നാമം. ഔദ്യോഗിക ചിത്രശലഭത്തിന്റെ പേര് പാപ്പിലിയോ ബുദ്ധ അഥവാ ബുദ്ധമയൂരി. ഓക്കെ, അപ്പൊ ഔദ്യോഗിക മൃഗം ആന. ആനയുടെ ശാസ്ത്രീയ നാമം പറഞ്ഞില്ലല്ലോ. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. നോക്കിയിരിക്കാം. അടുത്ത ചോദ്യം, പ്രാചീന തുറമുഖമായ മുസിരിസ് ഇതിൽ ഏത് സ്ഥലമാണ്? കൊടുങ്ങല്ലൂരാണ്. പ്രാചീന തുറമുഖമായ മുസിരിസ് കൊടുങ്ങല്ലൂരാണെന്ന് മനസ്സിലാക്കുക. മധ്യകാല പഴമക്കാർക്കും വിദേശ സഞ്ചാരികൾ, പ്രധാനമായിട്ട് റോമക്കാർ, ഗ്രീക്കുകാർ ഇവർക്കിടയിൽ പ്രശസ്തമായ പ്രാചീന മലബാർ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ. നിലവിൽ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ പട്ടണം ഈ ഒരു പ്രദേശമാണ് പ്രാചീന മുസിരിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഏത് നദിയുടെ തീരത്താണ്? പെരിയാർ നദിയുടെ തീരത്താണ്. കൂടാതെ 1341 പെരിയാറിലുണ്ടായ ഒരു വെള്ളപ്പൊക്കം, മഹാപ്രളയത്തിലാണ് പെരിയാറിലെ മണ്ണിടിഞ്ഞ് മുസിരിസ് തുറമുഖം പൂർണ്ണമായിട്ടും നശിച്ചു പോയത്. പണ്ടുകാലത്തുണ്ടായിരുന്ന പ്രാചീന തുറമുഖങ്ങളാണ് നീണ്ടകര, പിന്നെ കടലുണ്ടി, പുറക്കാട് മുതലായവയൊക്കെ. അടുത്ത ചോദ്യം, തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ് തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്നതിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ നോക്കിയാലോ. താമരശ്ശേരി ചുരം. കോഴിക്കോടിനെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? കോഴിക്കോടിനെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? താമരശ്ശേരി ചുരമാണ്. പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ചോദിച്ചാൽ പാലക്കാട് ചുരം. ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ബോഡി നായ്ക്കന്നൂർ ചുരമാണ്. ഇനി പേരമ്പാടി ചുരമാണ് കണ്ണൂരിനെ കൂർഗുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. കണ്ണൂരിനെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന പേരമ്പാടി ചുരം. പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്നത് ആര്യങ്കാവ് ചുരം. വയനാടിനെ കണ്ണൂരുമായി, വായയും കണ്ണിനെയും ബന്ധിപ്പിക്കുന്ന മൂക്കിന്റെ പാലമാണെന്ന് ഓർത്താൽ മതി. പാൽച്ചുരം. പാൽച്ചുരമാണ് വയനാടിനെ കണ്ണൂരുമായി ബന്ധിപ്പിക്കുന്നത്. നിലമ്പൂരിനെ ഗൂഡല്ലൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? നാടുകാണി ചുരമാണ്. നാടുകാണി ചുരം. കേരളത്തെ നീലഗിരിയുമായി ബന്ധിപ്പിക്കുന്നത് കർക്കൂർ ചുരമാണ്. കർക്കൂർ ചുരം. ഓക്കെ, അടുത്ത ചോദ്യം, അസമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ് ആണ്. സർവീസസ്. ഓപ്ഷൻ ബി സർവീസസ്. വേദി എവിടെയായിരുന്നു? അസമിലെ ദാക്കുവാഖാന സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത്. സർവീസസ് ആണ് വിജയികൾ. റണ്ണേഴ്സ് അപ്പ് ആയത് കേരളമാണ്. ഫൈനലിൽ സർവീസസ് കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത്. സർവീസസിന്റെ 8ാമത്തെ സന്തോഷ് ട്രോഫിയാണ്. ഇന്ത്യയിലെ പ്രമുഖ ദേശീയ അന്തർ സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റ് ആണ് സന്തോഷ് ട്രോഫി എന്ന് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയത് പശ്ചിമ ബംഗാൾ ആണ്, 33 തവണ. കേരളം 7 തവണയാണ് സന്തോഷ് ട്രോഫി ഇതുവരെ നേടിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു.
മുതിരപ്പുഴ പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1940 ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ആണ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇനി ഇടുക്കി, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടമലയാറോ, എറണാകുളം ജില്ലയിൽ ഇടമലയാർ നദിയിൽ. പേപ്പാറയാണെങ്കിൽ തിരുവനന്തപുരം ജില്ല കരമനയാറിലാണ് സ്ഥിതി ചെയ്യുന്നത് പേപ്പാറ. ശബരിഗിരിയോ, ശബരിഗിരി പമ്പാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പമ്പാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, പത്തനംതിട്ട ജില്ല. കക്കാട് ജലവൈദ്യുത പദ്ധതിയും പമ്പാ നദിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്, പത്തനംതിട്ട ജില്ല. ചെങ്കുളവും മുതിരപ്പുഴയിലാണ്. പള്ളിവാസലും മുതിരപ്പുഴയിലാണ്, ചെങ്കുളവും മുതിരപ്പുഴയിലാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം ചോദിച്ചാൽ 1940 ആണ്. 1940 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി ഏതാണ്? കണ്ണൻദേവൻ കമ്പനിയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം, അത് വർഷം അറിയോ? 1954 ആണ്. 1954 അത് മുതിരപ്പുഴയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ അഭിപ്രായങ്ങളും കൂടി താഴെ കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ LDC ബാച്ചിന്റെയും പുതിയ കമ്പനി LGS ബാച്ചിന്റെ ഒന്നും കാര്യം മറന്നു പോകണ്ട. LGS മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള ബാച്ചുകളൊക്കെ നമ്മുടെ ഹർഷിതം എജുടെക് ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ പഠിക്കാൻ റെഡി ആയിട്ട് വരിക. ബാക്കി എല്ലാ സപ്പോർട്ടിനും ഞാൻ ഉണ്ടായിരിക്കും കൂടെ. ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി, ലിങ്ക് കൊടുത്തേക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.